നമസ്കാരം. പ്രധാന വാർത്തകൾ. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാല കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ. KSEBയെ കുറുവാ സംഘം എന്ന് വിളിക്കുന്നവർ കർണാടകയിലേക്ക് നോക്കണം. നിരക്ക് വർദ്ധിപ്പിച്ചത് മറ്റ് മാർഗമില്ലാത്തതുകൊണ്ടെന്നും ഉപഭോക്താക്കൾ ബോർഡുമായി സഹകരിച്ചേ മതിയാകൂ എന്നും മന്ത്രി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോടുള്ള ചോദ്യം കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്ന് മാത്രം. ഇതിന് വ്യക്തമായ മറുപടി വേണം. സഹായിക്കാൻ തയ്യാറില്ലെന്നതാണ് മറുപടിയെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്നും കെ രാജൻ. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ ITIയോ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമോ വേണമെന്ന ആവശ്യത്തിന് 4.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. നാഗലശ്ശേരിയിൽ ഗവൺമെന്റ് ITI പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ വേണമെന്നും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും VK ശ്രീകണ്ഠൻ MP. കാർഷിക മേഖലയെ കൈവെടിഞ്ഞ് ഒരു വികസനവും സാധ്യമാകില്ല. കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക നിവേശ വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പാലക്കാട്ട്. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാർ പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കുത്തക വ്യവസായ ശക്തികൾ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മയുടെ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. സൂപ്രണ്ടിന്റെ പിടിവാശി മൂലം ആശുപത്രി പ്രവർത്തനം താറുമാറായെന്നും ആക്ഷേപം. കാര്യമായ വികസന ചർച്ചയില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശങ്ങളുടെ പ്രതിഷേധ സംഗമം. കുമരനെല്ലൂർ, എങ്കക്കാട്, വടക്കാഞ്ചേരി ദേശങ്ങൾ പ്രതിഷേധിച്ചത് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. പാരമ്പര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ അനുവദിക്കാനാകില്ലെന്ന് ഭാരവാഹികൾ. വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം. അകമലയിൽ ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒറ്റയാനെ തുരത്താൻ നടപടികളുമായി വനം വകുപ്പ്. വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചു. നൈറ്റ് വിഷൻ സംവിധാനമുള്ള ഹെലിക്യാം ഉപയോഗിച്ച് കാട്ടാനയെ ട്രാക്ക് ചെയ്യും. നടപടി ഒറ്റയാൻ സമീപത്തെ റെയിൽപാളത്തിൽ വരെ എത്തിയ സാഹചര്യത്തിൽ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. വാർത്തകൾ വിശദമായി. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനാണ് ദീർഘകാല കരാർ റദ്ദാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. നിരക്ക് വർധനയിൽ ഉപഭോക്താക്കൾ ബോർഡുമായി സഹകരിച്ചേ മതിയാകൂ എന്നും വൈദ്യുതി മന്ത്രി ആവർത്തിച്ചു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പഴയ വിലയ്ക്ക് വൈദ്യുതി നൽകാനാവില്ലെന്ന കമ്പനികൾ നിലപാട് സ്വീകരിച്ചു. അതേസമയം അദാനിയുമായി ഹ്രസ്വകാല കരാർ മാത്രമാണുള്ളതെന്നും കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. KSEBയുടേത് കൊള്ളയാണെന്നും സാധാരണക്കാരന് താങ്ങാനാവാത്ത സാഹചര്യമാണ് ഉള്ളതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. പ്രതിപക്ഷ ആരോപണങ്ങളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളിക്കളഞ്ഞു. ഒരു കരാർ റദ്ദ് ചെയ്തു എന്നാണ് അയാളുടെ വാദം. ആ റദ്ദ് ചെയ്തതിന്റെ ഞാൻ കാരണം നമ്മളെല്ലാം ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദ് ചെയ്തത്. അതെ, അന്ന് അതിൽ ടെൻഡറൊന്നും ഇല്ലാണ്ട് മേടിച്ചു എന്തൊക്കെ പറഞ്ഞിട്ട് പരാതിയിലാണ് അത് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷൻ. പക്ഷെ നമ്മൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് 108 പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുനഃപരിശോധിക്കണം പറഞ്ഞത് പുനഃപരിശോധിച്ചു. പക്ഷെ കമ്പനി എന്ത് ചെയ്തറിയോ, സാധനം തരില്ല. അപ്പൊ അതിനെതിരായി നമ്മൾ അപ്പീൽ ട്രൈബ്യൂണലിൽ പോയി. അവസാനം സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി നമ്മുടെ വാദം അംഗീകരിച്ചിട്ട് അപ്പീലിന് വിചാരണ ചെയ്യാനുള്ള തീരുമാനം. വൈദ്യുതി നിരക്ക് വർധനയിൽ ഉപഭോക്താക്കൾ ബോർഡുമായി സഹകരിച്ചേ മതിയാകൂ. അടുത്ത വർഷം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വർധനവ് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു. KSEBയെ കുറുവാ സംഘമെന്ന് വിളിക്കുന്നവർ കർണാടകയിലേക്ക് നോക്കണം. മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതെന്നും പകൽ സമയത്ത് നിരക്ക് 10 പൈസ കുറച്ചത് വാർത്തയായില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പൊ തന്നെ ഇത്രയൊക്കെ വർദ്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, പകല് 10 പൈസ കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ.
അതെന്താ പറയാത്തതാരും? അതുകൊണ്ട് എത്ര ഗുണമുണ്ട്? ആ 10 പൈസ കുറച്ചത് കൊണ്ടുള്ള ഗുണം എന്താ അറിയോ? പകല് ഗ്രൈൻഡിങ്ങിനും വാഷിംഗ് മെഷീനും ഉപയോഗിച്ചാൽ ആ ചാർജ് വർധനവേ എഫക്റ്റ് ചെയ്യില്ല. പകല് 10 പൈസ കുറച്ചത് വാർത്തയായി വന്നില്ലല്ലോ. എന്താ വെച്ചാൽ നമുക്ക് പകൽ കുറച്ച് കിട്ടുമ്പോൾ അത് ഉപഭോക്താവിനും കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശമാണത് വന്നത്. എന്താണ് രാജ്യത്ത് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുമ്പോൾ കേരളം മാത്രമാണ് ഇതിനെതിരെ പ്രതിരോധവുമായി നിലകൊള്ളുന്നതെന്നും കെ കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട് ദുരന്തത്തിൽ കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അന്തിമമായി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാനുള്ളത്. ഇതിന് വ്യക്തമായ മറുപടി നൽകിയാൽ മതി. സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മറ്റ് വഴികൾ തേടുമെന്നും കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ചൂരൽമലയ്ക്കായി ഒരു സഹായവും കേന്ദ്രം നൽകിയിട്ടില്ല. SDRFന്റെ മാനദണ്ഡമനുസരിച്ച് വയനാട്ടിൽ പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ട്. കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ കയ്യിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളുമുണ്ട്. ഇന്നലെയാണ് കോടതി ഇത് സംബന്ധിച്ച കണക്ക് ചോദിച്ചത്. ഈ വിഷയത്തിൽ അവ്യക്തതയില്ല. കോടതിയെ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും ഇതിന് സർക്കാർ മേൽനോട്ടം വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടാകുമല്ലോ സ്വാഭാവികമായി. അതിൻ്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ കോടതി ചോദിച്ചത്. ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും, കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം SDRFൽ പണം ലഭിച്ചാൽ പണം അഡ്വാൻസായി ഉൾപ്പെടെ ജില്ലകളിലേക്ക് പോകും. ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ എടുത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ അഡ്വാൻസായി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കിട്ടണമെങ്കിൽ 1-2 ദിവസത്തെ പ്രയത്നം നടത്തി ആ കാര്യത്തിൽ എടുക്കേണ്ടി വരും. അതവിടെ അവതരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല. കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ പരാമർശത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. SDRF ഫണ്ട് ഉപയോഗിച്ച് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാൻ കഴിയില്ല. അത് CMRDFൽ നിന്നാണ് കൊടുക്കുക. ഇക്കാര്യങ്ങളെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തും. ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി കൊടുക്കുന്ന ഇടയുണ്ടായി. വാടക കൊടുക്കാനുള്ള സംഖ്യ SDRFൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി SDRFൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൂരൽമലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വിനിയോഗിക്കാനുള്ള അനുവാദമുണ്ടോ? മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല. SDRFലെ പണമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെ കോടതിയിൽ ഹാജരാകുമെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യങ്ങൾ കണക്കാക്കിയാണ് ചെലവഴിക്കാനാവുന്ന പണത്തെപ്പറ്റി പറയാൻ കഴിയുക. വയനാട് ദുരന്തത്തിന് പിന്നാലെ കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നും നടപ്പാക്കപ്പെട്ടില്ല. ചൂരൽമലയ്ക്കായി പ്രത്യേക പാക്കേജ് വേണമെന്നാണ് കേരളത്തിന്റെ മുഖ്യ ആവശ്യം. കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ തയ്യാറാണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെന്നും ഇതിന് കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ മറ്റ് വഴികൾ നോക്കുമെന്നും കെ രാജൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ ITIയോ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമോ വേണമെന്ന ആവശ്യത്തിന് 44 വർഷത്തെ പഴക്കമുണ്ടെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച നാഗലശ്ശേരി ഗവൺമെന്റ് ITI ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി MP രാജേഷ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ പത്രങ്ങളിൽ കണ്ടിട്ടുള്ള, പ്രമേയമായും പ്രസ്താവനയായും ഒക്കെ നിരന്തരം കണ്ടിട്ടുള്ള ഒരാവശ്യമാണ് തൃത്താലയിൽ ITI സ്ഥാപിക്കണം എന്നത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിരിക്കുമ്പോൾ തൃത്താലയിലെ സമ്മേളനങ്ങളിൽ സ്ഥിരം പാസാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രമേയമായിരുന്നു തൃത്താലയിൽ ഗവൺമെന്റ് ITI സ്ഥാപിക്കണം എന്നത്. എല്ലാ സംഘടനകളും ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി 1980 തന്നെ നാഗലശ്ശേരി പഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുക്കാം എന്നറിയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ 44 കൊല്ലം മുമ്പ്. ആവശ്യത്തിന്റെ പഴക്കം എത്രയാണ് എന്ന് പറയേണ്ട കാര്യമില്ല.
80-ൽ അന്നത്തെ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ഭരണം നടത്തിയവർ, പ്രസിഡന്റും ഭരണസമിതിയൊക്കെ സ്ഥലം വിട്ടുകൊടുക്കാം എന്നവർ പറഞ്ഞു. പക്ഷേ അതിൽ പിന്നീട് ഒരു കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് ശ്രീ TP കുഞ്ഞുണ്ണി, അദ്ദേഹം വേദിയുടെ സദസ്സിന്റെ മുൻനിരയിലുണ്ട്, അദ്ദേഹം MLA ആയിരുന്നപ്പോഴാണ് എന്ന് പറയേണ്ടത് ഒരു ഔചിത്യമാണ്, മര്യാദയാണ് എന്ന് ഞാൻ കരുതുന്നു. 2006-2011 2006-2011 കാലഘട്ടത്തിൽ അന്നത്തെ MLA ആയിരുന്ന TP കുഞ്ഞുണ്ണിയാണ് നാഗലശ്ശേരി ITIയുടെ പ്രപ്പോസൽ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നത്. മലമ്പുഴയുടെ അന്നത്തെ പ്രിൻസിപ്പാളിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി വാവന്നൂരിലുള്ള നാഗലശ്ശേരി പഞ്ചായത്തിന്റെ സ്ഥലം സന്ദർശിക്കുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കാൻ സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്ന് അത്തരത്തിൽ താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിക്കാൻ പര്യാപ്തമായ സ്ഥലം ലഭിച്ചില്ല. പിന്നീട് 10 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആൾ ഇതിനുവേണ്ടി കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയില്ലെന്നും താൻ ജനപ്രതിനിധിയായി വന്ന സമയം മുതൽ IT ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ധനകാര്യമന്ത്രിയുമായും വിദ്യാഭ്യാസ വകുപ്പുമായും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ITI യാഥാർത്ഥ്യമാകുന്നതിന് 2024-25 ബഡ്ജറ്റിൽ അംഗീകാരം ലഭിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആധുനിക നിലവാരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കുക എന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായി 4 കോഴ്സുകളാണ് നാഗലശ്ശേരി ITIക്ക് വേണ്ടി സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നീ 4 കോഴ്സുകളിൽ ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സുമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. താൽക്കാലിക ക്യാമ്പസായി തൃത്താല വെള്ളിയാങ്കലിലെ ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. കണ്ണൂർ മേഖലാ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ P വാസുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, T സുഹറ, K മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ KP ശ്രീനിവാസൻ, ഷാഹിദ റിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, A കൃഷ്ണകുമാർ, ഷാജഹാൻ, കുബറ ഷാജഹാൻ, PV പ്രിയ, M ഗോപിനാഥൻ, PV മുഹമ്മദ് അലി, CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ശ്രീജി കടവത്ത്, R സുരേഷ് കുമാർ, N സുരേഷ് കുമാർ, K അഹമ്മദുൽ കബീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ അനിവാര്യമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട്ട് കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക നിവേശ വ്യാപാരികൾക്കുള്ള കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനുള്ള ആധുനിക രീതികളാണ് കർഷകരിലേക്ക് എത്തിക്കേണ്ടതെന്നും MP ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയെ കൈവെടിഞ്ഞുകൊണ്ട് ഒരു വികസനവും സാധ്യമാകില്ലെന്ന് VK ശ്രീകണ്ഠൻ MP ചൂണ്ടിക്കാട്ടി. മണ്ണറിഞ്ഞ് കൃഷിയും വളപ്രയോഗവും നടത്തുന്നത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകും. കർഷകർ, കൃഷി അനുബന്ധ വ്യാപാരികൾ, സർക്കാർ എന്നിവർ സംയുക്തമായ കൃഷി പോഷണത്തിന് മാർഗങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും വേണമെന്നും MP പറഞ്ഞു. കാർഷിക സർവകലാശാല, ആത്മ, കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവ സംയുക്തമായാണ് കൃഷി അനുബന്ധ വ്യാപാരികൾക്ക് പരിശീലനം നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ആത്മ ഡയറക്ടർ ഡോക്ടർ MA നാസർ, കോർഡിനേറ്റർ ഡോക്ടർ KV സുമിയ, പ്രൊജക്ട് ഡയറക്ടർ PA ഷിന, വ്യാപാരി കൂട്ടായ്മ പ്രതിനിധി സുബി ഭാസ്കർ, EM ബാബു, ഡോക്ടർ ഇസ്രായേൽ തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ കിള്ളിമംഗലത്തും പൈങ്കുളത്തുമായി വീടുകളിൽ അനധികൃതമായി സൂക്ഷിച്ച 166 കിലോ ചന്ദനവുമായി ഒരാൾ വനംവകുപ്പിന്റെ പിടിയിൽ. പാഞ്ഞാൾ കിള്ളിമംഗലം പാറോലപ്പീടികയിൽ വീട്ടിൽ യൂസഫിനെയാണ് മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് യൂസഫിന്റെ സഹായിയും കേസിലെ മറ്റൊരു പ്രതിയുമായ വാഴക്കോട് വളവ് സ്വദേശി കോലോത്തുകുളം വീട്ടിൽ അബൂബക്കറിന്റെയും വീട്ടിൽ നടത്തിയ പരിശോധനകളിലാണ് ചാക്കുകളിലായി സൂക്ഷിച്ച് 6 കിലോ ചന്ദനത്തടികളും 160 കിലോയോളം ചന്ദന ചീളുകളും കണ്ടെടുത്തത്. അബൂബക്കർ ഒളിവിലാണ്. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ MV ജയപ്രസാദ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ A മണികണ്ഠൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ R ദിനേശൻ, TV പ്രവീൺ, KV അമൃത എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇന്നലെ പൈങ്കുളം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ചന്ദനം മുറിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് എത്തുകയും സെയ്ദലവി എന്നിവരുടെ വീട്ടുപറമ്പിൽ നിന്നും യൂസഫ് എന്നയാൾ 2000 രൂപ കൊടുത്ത് വാങ്ങിച്ച ചന്ദനം മുറിച്ച് യൂസഫ് എന്നയാളെ വീട്ടിൽ കൊണ്ടുവെക്കുകയും ഈ വിവരം ലഭിച്ചതനുസരിച്ച് യൂസഫിന്റെ വീട്ടിലെത്തി പരിശോധനയിൽ 6 കിലോഗ്രാം
ചെത്തിമിനുക്കിയ ചന്ദനത്തടികളും 160 കിലോഗ്രാമോളം ചന്ദനച്ചീളുകളും പൂളുകളും അടക്കം കസ്റ്റഡിയിലെടുക്കുകയും ടിയാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ചേലക്കരയിൽ റോഡ് റോളർ നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. റോഡ് റോളർ ഡ്രൈവർ 32 വയസ്സുള്ള കുന്തിബിനാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ചേലക്കര മേപ്പാടം എളനാട് റോഡിൽ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപത്തെ പാടത്തേക്കാണ് റോഡ് റോളർ മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. വളവോടുകൂടിയ ഇറക്കമുള്ള സ്ഥലത്ത് അശ്രദ്ധമായി ഡ്രൈവ് ചെയ്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവ സമയത്ത് ചെറുവാഹനങ്ങളും സ്കൂൾ വണ്ടികളും കുറവായതിനാൽ വലിയ അപകടം ഒഴിവായി. പരിക്കേറ്റ ഡ്രൈവർ 32 വയസ്സുള്ള കുന്തിബിനെ ആദ്യം മേപ്പാടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് വികസന സമിതി യോഗത്തിൽ ആരോപണമുയർന്നു. പിരിച്ചുവിടപ്പെട്ട 5 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ തിരിച്ചെടുക്കാൻ 4 മാസം മുമ്പ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി എടുത്ത തീരുമാനം നടപ്പിലായില്ലെന്നാണ് ആക്ഷേപങ്ങളിലൊന്ന്. തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും പുനർനിയമനം വൈകുന്നത് ആശുപത്രി സൂപ്രണ്ടിന്റെ പിടിവാശി മൂലമാണെന്ന് വികസന സമിതി യോഗത്തിൽ ചില പ്രതിനിധികൾ ആരോപിച്ചു. തൊഴിൽ നിഷേധം അംഗീകരിക്കാനാകില്ലെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി. അതേസമയം ഇവരെ നിയമപരമായി തിരിച്ചെടുക്കാനാകില്ലെന്ന് സൂപ്രണ്ട് വിശദീകരിച്ചു. ഇക്കാര്യം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ നഗരസഭാ ചെയർപേഴ്സണെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. കത്ത് കിട്ടിയില്ലെന്നും ഇത് സംബന്ധിച്ച ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം നടപ്പാക്കണമെന്നും ചെയർപേഴ്സൺ കെ ജാനകിദേവി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ നടപടി നേരിട്ട നേത്രരോഗ വിദഗ്ധയ്ക്ക് പകരം നിയമനം വൈകുന്നതിനെതിരെയും കാഷ്വാലിറ്റിയുടെ പ്രവർത്തനത്തെയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിനെതിരെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെ മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ ശുപാർശ ചെയ്യുന്നതിനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി, തഹസിൽദാർ CM അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാര്യമായ വികസന ചർച്ചകളില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം. താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ജനപ്രതിനിധികൾ സന്തോഷമറിയിക്കാനും മറന്നില്ല. ഡിസംബർ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. കാര്യമായ വികസന ചർച്ചകൾ യോഗത്തിലുണ്ടായില്ല. അതേസമയം ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ കൾവേർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി യോഗത്തിൽ സൂചിപ്പിച്ചു. വെളിയൂർ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളിന് സമീപത്തെ അഴുക്കുചാലിന് സ്ലാബിട്ട് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന ലഹരി വിൽപ്പന തടയാനാവശ്യമായ നടപടികൾ വേണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ജനപ്രതിനിധികൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ജനപ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും നൽകുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാരും പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മ സെറ്റ്കോ നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളും ജീവനക്കാരുമല്ല വ്യവസായ ശക്തികളാണ് കേരള സർക്കാരിന്റെ നയതീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് മരക്കാർ മാരായമംഗലം ആരോപിച്ചു. കേരളത്തിന്റെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കുന്നുവെന്നറിയാൻ സർക്കാരും ടീകോമും തമ്മിലുള്ള കരാർ നോക്കിയാൽ മതി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ജനഹിത നിബന്ധനകൾ ഒഴിവാക്കിയത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. ഗൾഫും കേരളവും തമ്മിലുള്ള ബന്ധം ഉലയാതിരിക്കാനാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതെന്ന വാദം കൊള്ളയ്ക്ക് കളമൊരുക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ച ഉദാരതയിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോകുന്ന കാഴ്ച ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ മേഖല ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്താണ്? അത് എന്നേക്കാൾ അറിയാവുന്ന ആളുകൾ നിങ്ങളാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അധ്യാപകരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
ഇന്നും ഇന്നലെയും ഇനിയാന്നും കാസിമ് പറഞ്ഞതുപോലെ ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡെപ്പോസിറ്റ് സംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു, കറണ്ട് ചാർജും വർദ്ധിപ്പിച്ചിരിക്കുന്നു, അടുത്ത കൊല്ലവും വർദ്ധിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. ദുബായിൽ ബിസിനസ്സുള്ള മുഖ്യമന്ത്രിയുടെ മകന്റെയും മകന്റെ ഭാര്യാപിതാവിന്റെയും കച്ചവട താൽപ്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ നീക്കം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ വിഹിതം നൽകണമെന്ന ഇടതു സംഘടനകളുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കാൻ നടത്തുന്ന ഇടതു സംഘടനകളുടെ ശ്രമം അപഹാസ്യമാണെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു. ശമ്പളം, ക്ഷാമാശ്വാസം, ലീവ് സറണ്ടർ കുടിശ്ശിക അനുവദിക്കുക, മെഡിസപ്പിലെ അപാകത പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സെഡ്കോ സമരം. KSTU, KATF, SCU, CKCT, KHSTU തുടങ്ങിയ സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തു. ചെയർമാൻ കാസിം കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, സംഘടനാ ഭാരവാഹികളായ സിദ്ദിഖ് പാറക്കോട്, അബ്ദുൽ ബഷീർ, CP മൊയ്തീൻ, നാസർ തേളത്ത്, അനീസുദ്ദീൻ, സൈനുൽ അബിദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. RMS നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് RMS സംരക്ഷണ സമിതി ഒറ്റപ്പാലത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ RMS ഉൾപ്പെടെ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച RMS സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷയായി. CPM ലോക്കൽ സെക്രട്ടറി MIA റസാഖ്, K. വിജയകുമാർ, സുഗുണൻ, IM സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചെന്ന് മുഹമ്മദ് മുഹസിൻ MLA. കഴിഞ്ഞ ദിവസം നടന്ന കിഫ്ബി അധികൃതരും കേരള റോഡ് ഫണ്ട് ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് പദ്ധതിക്കായി സാങ്കേതിക അനുമതി ലഭിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പട്ടാമ്പിക്കാരുടെ ജനകീയ ആവശ്യമായ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. സാങ്കേതിക അനുമതി വേഗത്തിൽ ലഭ്യമാക്കാനായാണ് കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത്. 52,58,00,000 രൂപയുടെ സാങ്കേതിക അനുമതിയാണ് പാലം നിർമ്മാണത്തിന് ലഭിച്ചിട്ടുള്ളത്. 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. എത്രയും വേഗത്തിൽ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഈ മാസം തന്നെ നടപടികൾ ആരംഭിക്കും. പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ യോഗം MLAയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തതും വളരെ നല്ല രീതിയിലുള്ള പാക്കേജ് അവർക്കായി അനുവദിച്ചതുമാണ് പദ്ധതി വേഗത്തിൽ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സഹായിച്ചത്. പ്രദേശവാസികൾക്ക് തൃപ്തികരമായ വിധത്തിൽ തന്നെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് പദ്ധതി പൂർത്തീകരിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളെ നമ്മൾ വിളിച്ചുകൂട്ടി. അവർക്ക് എതിർപ്പില്ല, വളരെ നന്നായി മാന്യമായ നഷ്ടപരിഹാരമാണ് അവർക്ക് ലഭ്യമാക്കേണ്ടത് എന്ന് അവർ പറയുകയും അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലത്തിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുക എന്നുള്ള ഒരു ആവശ്യം കിഫ്ബിയുടെ മുന്നിൽ വെക്കുകയും അതോടൊപ്പം വർക്ക് മേൽനോട്ടം വഹിക്കുന്ന KRFP ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി കിഫ്ബി CEO അടക്കമുള്ള ആളുകളോട് ഈ വിഷയം സംസാരിക്കുകയും അത് തത്വത്തിൽ അംഗീകരിക്കുകയും TS നൽകുകയും ചെയ്തു. ഇപ്പൊ ടെൻഡർ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. 52 കോടിയിലധികം വരുന്ന തുകയാണ് പാലത്തിനും സ്ഥലമേറ്റെടുപ്പിനുമായിട്ട് ഇപ്പോൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഒരു ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് നടക്കുമ്പോൾ തന്നെ നിർമ്മാണം ആരംഭിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നായിരുന്നാലും 80% സ്ഥലം ഉറപ്പാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട്. എന്നാലും അത് നടത്തിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒറ്റയാനെ തുരത്താനുള്ള നടപടികളുമായി വനം വകുപ്പ് രംഗത്ത്. ഒറ്റയാൻ സമീപത്തെ റെയിൽപാളത്തിൽ പോലും എത്തിയ സാഹചര്യത്തിലാണ് നടപടി. വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് കുഴിയോട് മേഖലയിൽ സന്ദർശനം നടത്തി. ഒറ്റയാനെ ട്രാക്ക് ചെയ്യാനാവശ്യമായ പ്രാഥമിക നടപടികളും ആരംഭിച്ചിട്ടുണ്ട്.
നൈറ്റ് വിഷൻ സംവിധാനമുള്ള ഹെലിക്യാം ഉപയോഗിച്ചാണ് ഒറ്റയാനെ ട്രാക്ക് ചെയ്യുക. അതേസമയം കാട്ടാനകൾ തീവണ്ടിപ്പാളത്തിൽ എത്തുന്നത് തടയണമെന്നും ആനകൾ തീവണ്ടിപ്പാളത്തിലെത്തിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഗജരാജ് സുരക്ഷാ സംവിധാനം അടിയന്തരമായി അകമലയിൽ സ്ഥാപിക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ വിലസുന്ന കാട്ടാനകൾ പ്രദേശവാസികളായ ബാബുവിൻ്റെയും ജയേഷിൻ്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ആനകൾ പതിവായി ഈ മേഖലയിൽ തമ്പടിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSTM 34ാമത് ഒറ്റപ്പാലം ഉപജില്ലാ സമ്മേളനം ലക്കിടിയിൽ നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് സി ദിനേശ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി N മുരളി സ്വാഗതം പറഞ്ഞു. സി ദിനേശ് അധ്യക്ഷത വഹിച്ചു. S സുജിത്ത് രക്തസാക്ഷി പ്രമേയവും N ദീപ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി EP ഗിരീഷ് പ്രവർത്തന റിപ്പോർട്ടും വായിച്ചു. തുടർന്ന് വരവ് ചെലവ് കണക്ക് അവതരണം, ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PN വെങ്കിടേശ്വരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുനിത, N ഹരിദാസൻ, B ധരേഷ്, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സാങ്കേതികവിദ്യ എങ്ങനെ രാഷ്ട്രവികസനത്തിനും ജീവിത വിജയത്തിനും പ്രയോജനപ്പെടുത്തുന്നുവെന്ന് അറിയാൻ ലോകരാഷ്ട്രങ്ങളെ വീക്ഷിക്കണമെന്ന് പാലക്കാട് IIT ഡയറക്ടർ ഡോക്ടർ ശേഷാദ്രി ശേഖർ. AI കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ തുടക്കത്തിലെ തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്ന മനോഭാവത്തിന് മാറ്റം വരണമെന്നും ഡോക്ടർ ശേഷാദ്രി ശേഖർ പറഞ്ഞു. AI സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും പരിചിതമാക്കാനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ക്ലബ് ഡയറക്ടർ P രാമചന്ദ്രമേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ലക്ഷ്മി, KP പ്രേംകുമാർ, സൂരജ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുമരനെല്ലൂർ, എങ്കക്കാട്, വടക്കാഞ്ചേരി ദേശങ്ങൾ സംയുക്തമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗമത്തിൽ 100 ആളുകൾ പങ്കെടുത്തു. പാരമ്പര്യമായി നടത്തിപ്പോരുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഉത്സവം ആഘോഷിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും പാരമ്പര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കാനാകില്ലെന്ന് പ്രതിഷേധക്കാർ അഭിപ്രായപ്പെട്ടു. സേവിയർ ചിറ്റിലപ്പള്ളി MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കൂട്ടായ്മ യഥാർത്ഥത്തിലെ ഉത്സവങ്ങൾ എത്രയോ വലിയ അളവിലുള്ള മതനിരപേക്ഷതയുടെ യോജിപ്പിൻ്റെ മുഖം ഉയർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇന്നുള്ള ഈ ഒരു കൂട്ടായ്മ. ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി വന്ന കോടതിയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പൂരത്തിൻ്റെ തനിമ, ഇതെല്ലാം തന്നെ ആ നിലയിൽ ശോഭ കെടുത്തുന്ന ഒന്നായി മാറും എന്ന പ്രശ്നം നമ്മുടെ സംസ്ഥാനത്താകെ വ്യത്യസ്ത നിലയിലുള്ളവർ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. സംഗമത്തിൽ സംസാരിച്ച മറ്റ് പ്രതിനിധികൾ ഉത്രാളിക്കാവ് പൂരം നാടിന്റെ അഭിമാനമാണെന്നും അത് സംരക്ഷിക്കേണ്ടത് ഏവരുടെയും ഉത്തരവാദിത്തമാണെന്നും ചൂണ്ടിക്കാട്ടി. പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികൃതരെ ബോധ്യപ്പെടുത്താൻ ബഹുജന പിന്തുണ അനിവാര്യമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. പൂരത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി. മണ്ണൂർ സെന്ററിൽ നടന്ന സംരക്ഷണ സംഗമം മണ്ഡലം പ്രസിഡന്റ് കരീം പറളി ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ സെന്ററിൽ നടന്ന സംരക്ഷണ സംഗമത്തിൽ മൂസ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. കോങ്ങാട് മണ്ഡലം സെക്രട്ടറി KM ഷാജഹാൻ, KM അബ്ദുൾ റഹ്മാൻ, KM നാസർ, K നസീസ്, AB സുലൈമാൻ, ഷംസുദ്ദീൻ മണ്ണൂർ, അഷ്റഫ്, ഹുസൈൻ പടിപ്പുരക്കാട് എന്നിവർ സംസാരിച്ചു. ഭജനയാണ് കണ്ടത്. നിയമം ഇടപെട്ടു, അധികാരികൾ വന്നു,
അന്നത്തെ പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരതത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹം എടുത്ത് പുറത്തു കളയണമെന്നാണ്. പക്ഷെ അന്നത്തെ ജില്ലാ ഭരണാധികാരിയായ ഒരു മലയാളി കൂടിയായ ആൾ അദ്ദേഹം പള്ളി അടച്ചുപൂട്ടി. അവിടെ ഭജനക്കും മറ്റ് ആരാധനക്കും അവസരം നൽകി. ആ നില തുടരുക തന്നെയായിരുന്നു 1992 ഡിസംബർ 6 വരെ. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വെൽഫെയർ പാർട്ടി ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തു. അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞത്, ഉത്തർപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നതിന് തെളിവുണ്ട്. ബാബർ ചക്രവർത്തി ആ പള്ളി നിർമ്മിച്ചു എന്നതിനും തെളിവുണ്ട്. അതേസമയം രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിനോ രാമക്ഷേത്രം തകർക്കപ്പെട്ടു എന്നതിനോ ചരിത്രപരമായ ഒരു തെളിവുമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ട് ഹൈക്കോടതി വിധി കൽപ്പിച്ചത്. അങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ആ ഭൂമിയിൽ രാമക്ഷേത്രമാണ് പണിയേണ്ടത് എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്. വളരെ അനീതി നിറഞ്ഞ ഒരു വിധിയാണ് മതേതര രാജ്യത്ത് അലഹാബാദ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്ന് കാണാൻ കഴിയും. പത്രിപ്പാലയിൽ നടന്ന സംരക്ഷണ സംഗമത്തിൽ അനസ് സക്കീർ അധ്യക്ഷത വഹിച്ചു. TM ഉമ്മർ ഫാറൂഖ്, ഫെൻസിയ, സഫിയ ഇക്ബാൽ, ഷംസുദ്ദീൻ മാങ്കുർഷീദ്, ഷംസുദ്ദീൻ പത്രിപ്പാല, ജാഫർ പത്രിപ്പാല, നാസർ, TM ഇക്ബാൽ, മുജീബ് ലക്കിടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പാലക്കാട് ധോണിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. മായാപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെത്തിയ പുലി കോഴിക്കൂട് തകർത്ത് കോഴിയെ പിടികൂടി. ധോണി മേഖലയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുമ്പോഴും അധികൃതർ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ജയശ്രീയുടെ വീട്ടിലെത്തിയ പുലി കൂടിന്റെ ഇരുമ്പുവല തകർത്താണ് കോഴിയെ പിടികൂടിയത്. വന്യമൃഗങ്ങൾ ഏറെയുള്ള ധോണി മേഖലയിൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് നടപടി വേണമെന്ന ആവശ്യം ഇനിയും ചെവിക്കൊള്ളാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. PT7 വിഹാര സമയത്ത് ജയശ്രീയുടെ പറമ്പിലെ 25ഓളം തെങ്ങുകൾ ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചിരുന്നു. വന്യമൃഗശല്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും വനംവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. മനുഷ്യജീവനും വിളകളും നഷ്ടപ്പെട്ടിട്ടും നഷ്ടപരിഹാരവും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. കൂട് തകർത്ത് പുലി കോഴിയെ പിടികൂടി പോകുന്ന ദൃശ്യങ്ങൾ സഹിതം ജയശ്രീ വനംവകുപ്പിന് പരാതി നൽകി. ഒരാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം ധോണിയിൽ നാശം വിതയ്ക്കുന്നതിന് പിന്നാലെയാണ് പുലിയുടെ സാന്നിധ്യവും ജനങ്ങളെ ഭീതിയിലാക്കുന്നത്. ഇന്നലെ രാത്രി 12:30യോടുകൂടി നമ്മുടെ വീടിനോട് ചേർന്ന കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയിടുന്ന നല്ലൊരു കോഴിയെ കോഴിക്കൂടിൻ്റെ വല പൊളിച്ച് വലിയൊരു പുലി എടുത്തുകൊണ്ട് പോകുന്ന CCTV ദൃശ്യം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വനം വകുപ്പ്, പഞ്ചായത്ത് എല്ലാവരും ശ്രദ്ധിച്ച് ഞങ്ങളുടെ ഇതിനു മുമ്പ് PT7 അതുപോലെ ആന വന്ന് 27 തെങ്ങ് തട്ടിയിട്ടിട്ടുണ്ട്, വീടിൻ്റെ മതിൽ തട്ടിയിട്ടിട്ടുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ പുലിയും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ കാട് വെട്ടിക്കുന്നില്ല, പിന്നെ മുളങ്കൂട്ടങ്ങൾ വളരുന്നുണ്ട്. അപ്പോൾ ചുറ്റുവട്ടമുള്ളവർ കാട് വെട്ടിക്കുന്നതിൽ പഞ്ചായത്ത് വകുപ്പ് ശ്രദ്ധിക്കണം. കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്, കൃത്യമായ മെയിൻ്റനൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ കേരളോത്സവം ആരംഭിച്ചു. KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് ഇനങ്ങളോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത്. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും നല്ല നിലയിലുള്ള പാർട്ടിസിപ്പൻസ് പങ്കാളിത്തത്തോടുകൂടി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കായ ആളുകളാണ്, അല്ലെങ്കിൽ കായിക പ്രേമികളും കലാപ്രേമികളുമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ഒരു പരീക്ഷ നടക്കുന്ന, വിവിധങ്ങളായ പരീക്ഷ നടക്കുന്ന സന്ദർഭമായതുകൊണ്ട് കോളേജുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിലും ഒന്നും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത്ര ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരിമിതിയുണ്ട്. കലോത്സവവും കായിക മത്സരങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായി നടത്തപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. വലിയ വലിയ ഉത്സവങ്ങളാണ്, മാമാങ്കങ്ങളാണ് നടത്തുന്നത്.
സ്കൂൾ തലത്തിൽ, സബ് ജില്ലാ തലത്തിൽ, റവന്യൂ ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അന്തർദേശീയ തലത്തിലൊക്കെ ഇതിനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ഇന്ന് നല്ല നിലയിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM ലക്ഷ്മണൻ, K. കൃഷ്ണകുമാർ, SG മുകുന്ദൻ, കൗൺസിലർ P. പ്രസാദ്, ഷൊർണൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ SS മനോജ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, K. ഗിരിജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് പാസ്റ്റിന്റെ ഫ്ളാഗ് ഓഫും P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. അത്ലറ്റിക്സ് മത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത്. തനിമ ഹാളിൽ രാവിലെ 10 മണിക്ക് ചെസ് മത്സരം ആരംഭിച്ചു. ഞായറാഴ്ച ഫുട്ബോൾ മത്സരവും മുനിസിപ്പൽ ഓഫീസിൽ രചനാ മത്സരങ്ങളും ഷട്ടിൽ മത്സരവും നടക്കും. പതിനഞ്ചിനാണ് കേരളോത്സവത്തിന് സമാപനമാവുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. കേരളോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടന്നു. കേരളോത്സവം മണ്ണാർക്കാട് DYSP സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 7 മുതൽ 15 വരെയാണ് പഞ്ചായത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും 100 കണക്കിന് ആളുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന വിളംബര ജാഥ മുണ്ടൂർ ടൗൺ പരിസരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ S നാരായണൻകുട്ടി, V ലക്ഷ്മണൻ, പഞ്ചായത്ത് അംഗങ്ങളായ രാമൻകുട്ടി, ഷീബ കണ്ണൻ, ബേബി ഗണേശൻ, രതീഷ്, രാജേഷ്, ഉണ്ണിക്കണ്ണൻ, ബേബി ലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ OV, VK മണി, OC ശിവൻ, സുരേഷ് മുണ്ടൂർ, M പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഫുട്ബോൾ മത്സരം DYSP സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒരു നാടാണ്. അങ്ങനെ ഒരുപാട് കലാപരമായിട്ടും അതുപോലെ തന്നെ കായികമായിട്ടും വളരെയധികം മുൻപന്തിയിൽ നിന്നിട്ടുള്ള സ്ഥലമാണ്. നിരവധിയായിട്ടുള്ള കുട്ടികളെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ മറ്റേ ഏഷ്യൻ ലെവലിലേക്കും ഒളിമ്പിക്സിനടക്കം തയ്യാറാക്കി വിട്ടിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് മുണ്ടൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ. നിസ്സാര അല്ല, അവിടെ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കാനും കൂടിയിട്ട്. തുടർന്ന് കളിക്കാരെ പരിചയപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗണേശഗിരി ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചു. ഡിസംബർ 15 വരെയാണ് ഉത്സവം. ക്ഷേത്രം തന്ത്രി രാമഗോവിന്ദ ഭട്ടാചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രോത്സവ ചടങ്ങുകൾ. ശനിയാഴ്ച രാവിലെയാണ് ഗണേശ്ഗിരി ക്ഷേത്രോത്സവത്തിന്റെ മുളയിടൽ ചടങ്ങ് നടന്നത്. ധ്വജാരോഹണം, കലശസ്ഥാപനം, രുദ്രാഭിഷേകം, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഡിസംബർ 14 വരെ നിത്യേന രാവിലെ 5 മണി മുതൽ 11 വരെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ. വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സഹസ്രനാമാർച്ചന, വിശേഷ പൂജകൾ, ദീപാരാധന, പ്രസാദ വിതരണം എന്നിവയുണ്ടാകും. 8-ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ പൊങ്കാല സമർപ്പണം നടക്കും. ഡിസംബർ 9-ന് രാവിലെ 6 മണി മുതൽ സമ്പൂർണ്ണ രാമായണ പാരായണമുണ്ടാകും. 10-ന് ചൊവ്വാഴ്ച ദേവി മാഹാത്മ്യ പാരായണവും 11-ന് ശ്രീധർമ്മശാസ്താവിന് കർപ്പൂര ദീപാരാധനയും വൈകിട്ട് ചെണ്ടമേളവുമുണ്ടാകും. 12-ന് നാരായണീയ പാരായണം നടക്കും. 13-ന് വൈകിട്ട് 5 മുതൽ സർവൈശ്വര്യ പൂജ, രാത്രി തിരുവാതിരക്കളി, തുടർന്ന് അഷ്ടമി ഡാൻസ് മീഡിയയുടെ മെഗാ ഷോ എന്നിവയും ക്ഷേത്രാങ്കണത്തിൽ നടക്കും. 14-ന് ഗണപതി ഹോമം, കലശസ്ഥാപനം, രുദ്രാഭിഷേകം, വീരജാഹോമം, വസുർഹാര, കലശാഭിഷേകം, ശ്രീധർമ്മശാസ്താവിനും ശ്രീ ഭുവനേശ്വരി ദേവിക്കും വിശേഷ പൂജകൾ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 3:30-ന് ആറാട്ടെഴുന്നള്ളത്ത് പുറപ്പെടും.
ഭാരതപ്പുഴയിൽ ആറാട്ട് കഴിഞ്ഞ് മേളം, നാദസ്വരം തുടങ്ങിയ വാദ്യഘോഷത്തോടെ തെക്കേ റോഡ്, നിള റോഡ്, ഗിരിനഗർ വഴി ഗണേശ് ഗിരി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് മഹാദീപാരാധനയും തായമ്പകയും ഉണ്ടാകും. 15-നാണ് ധ്വജാവരോഹണം. 2024 ഡിസംബർ 7 മുതൽ 15 വരെയുള്ള കാലയളവിൽ ദിവസോത്സവമായി കൊണ്ടാടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളു. ഈ അവസരത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഡിസംബർ 7 ഇന്ന് കൊടിയേറിയിരിക്കുകയാണ് അമ്പലത്തിലത്തെ ഉത്സവം. ഡിസംബർ 14-ന് ഭാരതപ്പുഴയിൽ നിന്ന് ആറാട്ടോടുകൂടി പഞ്ചവാദ്യത്തിൻ്റെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഭഗവാൻ ആറാട്ട് കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഭഗവാന്റെ ആറാട്ട് ഉത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂനത്തറ GVHSS ശതാബ്ദി ആഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ വടക്കേക്കരയിൽ ഒരു സ്കൂളുണ്ട്, അത് കവളപ്പാറ കൊട്ടാരത്തിൻ്റെ വകയാണ്. ഞാൻ ആ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ വകയുള്ള വടക്കേക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോഴാണ് വടക്കേക്കര സ്കൂൾ എന്ന പേര് വന്നത്. മുമ്പ് TS സ്കൂളാണ്. അപ്പോൾ TS സ്കൂള് എന്ന് പറയുന്നത് അന്നത്തെ LP എന്ന് പറയുന്നത് 5ാം ക്ലാസ് വരെയാണ്, UP എന്ന് പറയുന്നത് 8ാം ക്ലാസ് വരെയാണ്. അപ്പോൾ 5ാം ക്ലാസ് വരെയുള്ള TS സ്കൂൾ വരെയാണ് തീയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പഠിക്കേണ്ടതുള്ളൂ എന്ന് അന്നത്തെ ജാതി വ്യവസ്ഥകൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള PTA പ്രസിഡന്റ് DB രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, O കുമാരൻ, M പ്രിയ, TP ഭാസ്കരൻ, ശിവപ്രകാശൻ, ഷാജു, O മധുസൂദനൻ, ഷിജി അനിൽ, പ്രധാനാധ്യാപിക DP നിർമ്മല, P സുരേന്ദ്രൻ, പ്രിൻസിപ്പാൽ C ജിനേഷ് കുമാർ, ജിഷ എന്നിവർ സംസാരിച്ചു. 2025 ജനുവരിയിൽ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന എക്സിബിഷൻ, ശാസ്ത്ര ക്യാമ്പ്, വിദ്യാഭ്യാസ സെമിനാർ, സാംസ്കാരിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. K ഗംഗാധരൻ ചെയർമാൻ, NP കോമളം, P ഹരിദാസ്, DB രഘുനാഥ്, O മധുസൂദനൻ വൈസ് ചെയർമാൻമാർ, C ജിനേഷ് കുമാർ കൺവീനർ, DP നിർമ്മല ജോയിന്റ് കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൂതന്നൂർ സർക്കാർ LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാം മാറി അല്ലേ? ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, പഠനത്തിന്റെ കാര്യത്തിലായിരിക്കും, പുസ്തകങ്ങളായാലും എല്ലാത്തിനും വ്യത്യാസം വന്നു. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാവരും ഫോണിലാണ്, ഡിജിറ്റൽ യുഗത്തിലാണ് എല്ലാവരും, നമ്മളെല്ലാവരും തന്നെ. അതിന് നല്ലതായ വശങ്ങളുമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. പക്ഷെ നല്ലതായ വശങ്ങൾ പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിൻ്റെ ആളുടെ ഇതനുസരിച്ചിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളിൽ ഇനി വരുന്ന അസുഖങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള അസുഖങ്ങളായിരിക്കും ഇനി കൂടുതലായിട്ട് വരിക. വാർഡംഗം PV രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വയോധികരായ പൂർവ്വ വിദ്യാർത്ഥികളെ ഉപഹാരവും പൊന്നാടയും അണിയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത ആദരിച്ചു. കുട്ടൻകാട് നാണിയമ്മ, കുട്ടത്ത് ലക്ഷ്മിക്കുട്ടിയമ്മ, വിശ്വനാഥൻ കിഴക്കേപ്പുര, രാജൻ, രാമാണ്ടി പട്ടത്തൊടി, രാമകൃഷ്ണൻ കുന്നുംപുറം, വേലായുധൻ കിഴക്കുമുറി തുടങ്ങി 7 പേരെയാണ് ആദരിച്ചത്. ചടങ്ങിൽ വെച്ച് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പ്രധാന അധ്യാപിക K വസന്ത, പഞ്ചായത്ത് അംഗം CK കുഞ്ചൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ PC പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുഴൽമന്ദം BRCയുടെ ആഭിമുഖ്യത്തിൽ കോട്ടായി സർക്കാർ ഹൈസ്കൂളിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വിഷയങ്ങളെ നമ്മളൊക്കെ അറിയുന്നത് പോലെ ഒരു സമൂഹത്തിലെ പൊതുവായ
വളർച്ച എന്ന് നാം സങ്കല്പിക്കുമ്പോൾ ആ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനും കുറെ അധികമായി സഹായം ആവശ്യപ്പെടുന്ന വിഭാഗമാണെങ്കിൽ അവർക്കതനുസരിച്ചുകൊണ്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗവും BRC BPCയുമായ അഭിലാഷ് തച്ചങ്കാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞിലക്ഷ്മി, കോട്ടായി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല, കോട്ടായി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക VD ബിന്ദു എന്നിവർ സംസാരിച്ചു. കുഴൽമന്നം BRC സ്പെഷ്യൽ വിദ്യാഭ്യാസ പരിശീലക TP പ്രിയങ്ക പ്രിയദർശിനി സ്വാഗതവും BRC ക്ലസ്റ്റർ കോർഡിനേറ്റർ N. നിശാന നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വൈവിധ്യങ്ങളായ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്തെ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗത്വ ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആനുകൂല്യത്തിലുള്ള അപേക്ഷ ഉൾപ്പെടെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തൊഴിലാളികളെ ഈ ബോർഡിലേക്ക് അംഗങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പ് കൂടിയുണ്ട്. അപേക്ഷ ഇവിടെ സ്വീകരിക്കും. അംഗത്വ കൂടെയാണ്. ഇവിടെ ഇന്നിപ്പോൾ രാജ്യത്തുള്ള ഏറ്റവും നല്ല ഒരു മികച്ച ക്ഷേമനിധിയാണ് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി. ഇത് തൊഴിലാളികൾക്കിടയിലേക്ക് എത്തിക്കുക, അവരെ ഇതിൻ്റെ അംഗമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പുകളുടെ ലക്ഷ്യം. TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി PA രാമൻകുട്ടി, VT സുരേഷ് ബാബു, PG ബിനോയ്, PA സരിത, CT സുജ, K ഷഫീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര യൂണിറ്റ് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. KSCSL ചേലക്കര യൂണിറ്റ് പ്രഥമ പ്രസിഡന്റ് KP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ ശ്രീകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് രക്ഷാധികാരി മുൻ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഗോപിനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, ബ്ലോക്ക് സെക്രട്ടറി രാജശേഖരൻ, മഹിളാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് രാധാചന്ദ്രൻ, തിരുവിലാമല യൂണിറ്റ് പ്രസിഡന്റ് മജീദ്, പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ്, കൊണ്ടാടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സത്യൻ, വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പാഞ്ഞാൽ യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ, ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ഉദയഗിരീഷ്, സ്നേഹ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി T. രാജൻ സ്വാഗതവും മുൻ ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് സ്വാമിനാഥൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ വെച്ച് സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സായാഹ്ന പഠന കേന്ദ്രത്തിലെ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്യൂസ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. സ്മിത, P. കനകരാജൻ, NP സത്യഭാമ, പട്ടികജാതി ഓഫീസർ R. അരുൺ, TK ഓജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി പത്തിരിപ്പാല മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ തെരുവ് നാടകം അവതരിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സമൂഹം അവരുടേതു കൂടിയാണെന്ന അവബോധം പൊതുസമൂഹത്തിന് പകരുക ലക്ഷ്യമിട്ടാണ് തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തെരുവ് നാടകത്തിലൂടെ ഉയർത്തിക്കാട്ടിയത് ശ്രദ്ധേയമായി. അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡും ഉയർത്തിയാണ് തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ഇവർക്കും സമൂഹത്തിന് മുന്നിൽ ഉന്നത സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു 20 മിനിറ്റ് ദൈർഘ്യമുള്ള തെരുവ് നാടകം. കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയുമായി മൗണ്ട് സീന സ്കൂളിലെ കുട്ടികളും അധ്യാപകരും മാനേജ്മെന്റും ഒപ്പമുണ്ടായിരുന്നു. ഭിന്നശേഷിക്കാരായ സ്കൂളിലെ 17 വിദ്യാർത്ഥികളാണ് തെരുവ് നാടകത്തിൽ പങ്കെടുത്തത്. മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ബെക്സി, അധ്യാപകരായ അഞ്ജലി, പാർവതി, ഷീമ, നിസ,
ജുസൈന, ആതിര, ഗോപിക എന്നിവർ നേതൃത്വം നൽകി. തെരുവ് നാടകത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെയും അധ്യാപകരെയും മൗണ്ട് സീന സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അഭിനന്ദിച്ചു. ഭിന്നശേഷി വ്യക്തികളുടെ അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും ഉണർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു എളിയ പരിപാടിയാണിത്. 18 വിദ്യാർത്ഥികളും 6 അധ്യാപകരും കൂടി മൗണ്ട് സീന സ്പെഷ്യൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻക്ലൂഷൻ എന്ന പരിപാടിയെ ഉണർത്തുന്നതിന് വേണ്ടി, അത് മറ്റുള്ള സമൂഹത്തിലുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു അവബോധം മാത്രമായി ഇതിനെ കാണുക. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കിണാവല്ലൂർ ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 115 വാർഷികത്തിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. 2004 ബാച്ച് വരെയുള്ള വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്കൂൾ മാനേജർ കിണാവല്ലൂർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് അമ്പളി സ്വാഗതം ആശംസിച്ചു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും 4 പതിറ്റാണ്ടോളം കാലം മാനേജരും ഹെഡ് മാസ്റ്ററുമായിരുന്ന KV രാധാകൃഷ്ണൻ മാസ്റ്ററുടെ 34ാം ചരമവാർഷികം തിങ്കളാഴ്ച നടക്കും. പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കുള്ള മെമ്മോറിയൽ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും 4 പതിറ്റാണ്ടോളം കാലം മാനേജറും ഹെഡ് മാസ്റ്ററുമായിരുന്ന KV രാധാകൃഷ്ണൻ നായർ മാസ്റ്ററുടെ 34ാം ചരമവാർഷികമാണ് ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുക. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് മാറ്റാംതടം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ V ജയകൃഷ്ണൻ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ P മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തും. KV രാധാകൃഷ്ണൻ നായർ മാസ്റ്റർ മെമ്മോറിയൽ പുരസ്കാര വിതരണം ചടങ്ങിൽ മാനേജർ PN പ്രസാദ് നിർവഹിക്കുമെന്നും സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് 9-ാം തീയതി നടത്തുമ്പോൾ അതിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും പങ്കാളിത്തം, സഹകരണം അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, മാനേജർ VN പ്രസാദ്, നസീം മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി K കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാല കരാർ റദ്ദാക്കിയത് റെഗുലേറ്ററി കമ്മീഷൻ. KSEBയെ കുറുവാ സംഘം എന്ന് വിളിക്കുന്നവർ കർണാടകയിലേക്ക് നോക്കണം. നിരക്ക് വർദ്ധിപ്പിച്ചത് മറ്റ് മാർഗമില്ലാത്തതുകൊണ്ടെന്നും ഉപഭോക്താക്കൾ ബോർഡുമായി സഹകരിച്ചേ മതിയാകൂ എന്നും മന്ത്രി. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരളത്തിന്റെ അവകാശമാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തോടുള്ള ചോദ്യം കേരളത്തെ സഹായിക്കാൻ തയ്യാറുണ്ടോ എന്നു മാത്രം. ഇതിന് വ്യക്തമായ മറുപടി വേണം. സഹായിക്കാൻ തയ്യാറില്ലെന്നതാണ് മറുപടിയെങ്കിൽ മറ്റു വഴികൾ നോക്കുമെന്നും K രാജൻ. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ ITIയോ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമോ വേണമെന്ന ആവശ്യത്തിന് 4.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. നാഗലശ്ശേരിയിൽ ഗവൺമെന്റ് ITI പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മുഹമ്മദ് മൂസിൻ MLA. കാർഷിക മേഖലയിൽ നൂതന പഠനങ്ങൾ വേണമെന്നും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനത്തിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും VK ശ്രീകണ്ഠൻ MP. കാർഷിക മേഖലയെ കൈവെടിഞ്ഞ് ഒരു വികസനവും സാധ്യമാകില്ല. കാർഷിക വിജ്ഞാന വ്യാപന ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയ കാർഷിക നിവേശ വ്യാപാരികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പാലക്കാട്ട്. രാജ്യത്തിന്റെ സമ്പത്ത് അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതുന്ന കേന്ദ്ര മാതൃകയാണ് കേരള സർക്കാർ പിന്തുടരുന്നതെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കുത്തക വ്യവസായ ശക്തികൾ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ലീഗ് അനുകൂല സർവീസ് സംഘടനാ കൂട്ടായ്മയുടെ പ്രതിഷേധ ധർണ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും വിമർശനം. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പോലും നടപ്പാക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. സൂപ്രണ്ടിന്റെ പിടിവാശി മൂലം ആശുപത്രി പ്രവർത്തനം താറുമാറായെന്നും ആക്ഷേപം. കാര്യമായ വികസന ചർച്ചയില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേശങ്ങളുടെ പ്രതിഷേധ സംഗമം. കുമരനെല്ലൂർ, എങ്കക്കാട്, വടക്കാഞ്ചേരി ദേശങ്ങൾ പ്രതിഷേധിച്ചത് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. പാരമ്പര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ അനുവദിക്കാനാകില്ലെന്ന് ഭാരവാഹികൾ.
വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം. അകമലയിൽ ജനവാസ മേഖലയിലിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒറ്റയാനെ തുരത്താൻ നടപടികളുമായി വനം വകുപ്പ്. വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിച്ചു. നൈറ്റ് വിഷൻ സംവിധാനമുള്ള ഹെലിക്യാം ഉപയോഗിച്ച് കാട്ടാനയെ ട്രാക്ക് ചെയ്യും. നടപടി ഒറ്റയാൻ സമീപത്തെ റെയിൽപാളത്തിൽ വരെ എത്തിയ സാഹചര്യത്തിൽ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.